കാലത്തിനെപ്പോഴും ഒരു നേരം പോക്കുണ്ടല്ലോ. സമുദ്രത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴും വെള്ളം കിട്ടാതെ ദാഹിക്കുന്ന അവസ്ഥ. ലോകത്തെ ഏറ്റവും കരുത്തുറ്റതും ആർക്കും തുറക്കാൻ പറ്റാത്തതുമായ പൂട്ട് നിർമ്മിച്ച് വിജയത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും അൽദേശർ ഗോദ്രേജിന് സ്വയം അനുഭവിച്ചുകൊണ്ടിരുന്ന ഹൃദയവേദനയുടെ പൂട്ട് തുറക്കാനുള്ള താക്കോൽ ഉണ്ടാക്കാനായില്ല. അതൊരു പഴയ കഥയാണ്. 10 വർഷം മുമ്പുണ്ടായ ഒരു ദുരന്ത കഥ. 1890 നമ്മുടെ അൽദേശറിന് അന്ന് പ്രായം 22 വയസ്സ്. വീട്ടുകാർ ബച്ചുബായി എന്ന പെൺകുട്ടിയെ കൊണ്ട് അൽദേശർ ഗോദ്രേജിനെ വിവാഹം കഴിപ്പിച്ചു. അവൾക്ക് കഷ്ടിച്ച് 18 വയസ്സ്. വിവാഹം കഴിഞ്ഞ് ഒരു വർഷമേ ആയുള്ളൂ. ബച്ചുബായി എന്ന 19കാരിയും അവളുടെ കസിൻ ഏതാണ്ട് അതേ പ്രായമുള്ള ഫിറോജ് ബായിയും മുംബൈയിലെ പ്രസിദ്ധമായ രാജാബായി ടവർ കാണാൻ പോയി. 85 മീറ്റർ ഉയരമുള്ള ആ ക്ലോക്ക് ടവറിൽ കയറി നിന്നാൽ നഗരത്തിനപ്പുറം ദൂരെ ചക്രവാളം കാണാം. എന്നാൽ അവിടെ വെച്ച് കുറച്ച് തെമ്മാടികൾ ആ സുന്ദരികളായ യുവതികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. മാനത്തേക്കാൾ വലുതായി മറ്റൊന്നുമില്ലല്ലോ. 19 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടികൾ ആ ക്ലോക്ക് ടവറിൽ നിന്ന് ചാടി മരിച്ചു. 1891 ഈ സംഭവം. കേവലം 23 വയസ്സ് മാത്രമുള്ള അൽദേശറിന് ആ ദുരന്തത്തിൻ്റെ ഷോക്കിൽ നിന്ന് മോചിതനാകാനായില്ല. ഒരു കുഞ്ഞിന് ജന്മം നൽകും മുമ്പെയാണ് പ്രിയതമ പാതി വഴിയിൽ ജീവൻ വെടിഞ്ഞു പോയത്. അയാൾ ആരോടും മിണ്ടാതെയായി. തന്നെ മൂടുന്ന വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ പഠനം തുടരാൻ തീരുമാനിച്ചു. 1894 അൽദേശർ നിയമബിരുദം പൂർത്തിയാക്കി. ബോംബെയിലെ പ്രസിദ്ധമായ ലോ ഫേമിൽ അഭിഭാഷകനായി പ്രാക്ടീസ് തുടങ്ങി. പക്ഷേ കാശ് കിട്ടിയാൽ ഏത് കൊള്ളക്കാരനും കാരുണ്യവാനാണെന്ന് കോടതിയിൽ കള്ളം പറയാൻ അൽദേശറിനായില്ല. ആ പണിക്ക് താൻ ഫിറ്റല്ലെന്ന് അൽദേശറിന് മനസ്സിലായി. അങ്ങനെ ഒരു ഫാർമസിയിൽ കെമിസ്റ്റിൻ്റെ അസിസ്റ്റൻ്റായി പോയി തുടങ്ങി. അവിടെ നിന്നാണ് നേരത്തെ പറഞ്ഞ സർജറി ഉപകരണങ്ങളുടെ ബിസിനസ്സിലേക്ക് തിരിയുന്നത്.